ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് റോസ്മരിയ, മേഘ, ഇബിന. ഇവർ 3 പേരും നമ്മുടെ എഡ്യൂഫ്ലെയറിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് B2 എക്സാം ക്ലിയർ ചെയ്തവരാണ്. ഓക്കെ, നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം ഇവരുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, ജർമ്മൻ ലാംഗ്വേജ് എങ്ങനെ ഉണ്ടായിരുന്നു, ഇവരുടെ എക്സാംസിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് നിങ്ങളുടെ? ജർമ്മൻ ലാംഗ്വേജ് എങ്ങനെ ഉണ്ടായിരുന്നു പഠിക്കാനൊക്കെ? ജർമ്മൻ ലാംഗ്വേജിൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു പുതിയ ലാംഗ്വേജ് ആണ്, അപ്പോൾ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും എന്ന് വിചാരിച്ച് തന്നെ വന്നത്. A1 കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. പിന്നെ A2 കുറച്ച് വൊക്കാബുലറീസ് ഒക്കെ പഠിച്ച് വലിയ കുഴപ്പമില്ലാതെ പോയി. എന്നാലും ഞങ്ങൾക്ക് ഫസ്റ്റ് ഒരു ഇതായതുകൊണ്ട് ഒരു കഷ്ടമായിരുന്നു. പിന്നെ B1 എത്തിയപ്പോഴത്തേക്ക് B1ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ B1ൽ കുറച്ച് മോഡിഫൈഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പം ഗ്രാമറൊക്കെ ഭയങ്കര പുതിയ ഗ്രാമറൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പം അവിടെ കുറച്ച് കഷ്ടപ്പാടായിരുന്നു. പിന്നെ B2ൽ വന്നപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നി. B2 എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഈ A1 തൊട്ട് B1 വരെ പഠിച്ചതിൻ്റെ അതിൽ നിന്നും പുതുതായിട്ടൊന്നും നമ്മൾ എക്സ്ട്രാ വലുതായി പഠിക്കുന്നില്ല. ഈ B1ൽ തന്നെ നമുക്ക് കുറേ പഠിക്കാനുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് അതിൻ്റെ അകത്ത് വൊക്കാബുലറി ഗ്രാമറൊക്കെ ആയാലും അത് തന്നെയാണ് കണക്റ്റേഴ്സ്, അതൊക്കെ നമ്മൾ B2ലാക്കിയാണ് എല്ലാം ഒരുമിച്ച് പഠിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ B2 അധികം ടഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവാൻ, നമ്മൾ ആ ലാംഗ്വേജിലേക്ക് കുറച്ചുകൂടെ ഡീപ്പ് ആവാനും നമുക്ക് B2 നല്ലൊരിതായിരിക്കും. ഓക്കെ, ഇപ്പോൾ 3 പേരും ഹാപ്പി അല്ലേ B2 ലെവലൊക്കെ പാസ്സായിട്ട്? ഓക്കെ, അപ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് ഇപ്പോൾ നമ്മുടെ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനോട് എന്ത് ടിപ്സാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? ശരിക്കും ടിപ്പ് എന്ന് പറയുമ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാന്നല്ല ജർമ്മൻ ലാംഗ്വേജിൽ തന്നെ കൂടുതലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് എല്ലാവരും പറയും. നമ്മളിപ്പം ഒരു ഡേയിൽ തന്നെ 8 to 10 hours ഒക്കെ ഇരിക്കണം. അപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രം സോർട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം എക്സാമിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ പോയിട്ട് എങ്ങനെയായിരിക്കും ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യം, അതൊക്കെ നമുക്ക് ഒരു ലാംഗ്വേജായിട്ട് നമുക്ക് എങ്ങനെ കംഫർട്ടബിൾ ആവാൻ പറ്റും അതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കണം. പിന്നെ എക്സാമിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, സ്പീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. ഞങ്ങളൊക്കെ A1 A2 ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഞങ്ങളുടെ ഇവിടുത്തെ എഡ്യൂഫ്ലെയറിലെ ഫാക്കൽറ്റീസ് പറയായിരുന്നു, നിങ്ങൾ തമ്മിലും ടീച്ചേഴ്സ് തമ്മിലും നന്നായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അപ്പം നമുക്കത് ഭാവിയിൽ നന്നായിട്ട് ഉപകരിക്കുമെന്ന് പറയാം. ഓക്കെ, എന്താണ് ഇനി നിങ്ങളുടെ നെക്സ്റ്റ് പ്ലാന്? നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ ജർമ്മനിയിൽ പോയി ഹൗസ് ബിൽഡും അതായത് നേഴ്സിംഗ് പഠിക്കണം. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണൽ പ്ലാൻസും കൂടി ഉണ്ട്. ലോ, ബിസിനസ്, MBBS അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഹൈടെക് ആയിട്ട് പഠിക്കണം എന്നും കൂടി ആഗ്രഹമുണ്ട്. പിന്നെ അത് മാത്രമല്ല കുറച്ച് എൻജോയ്മെൻറ്റ്, പുതിയ കൺട്രിയാണ്, അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടീസൊക്കെ ഉണ്ടായിരുന്നാലും അത് മാക്സിമം എൻജോയ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ. Eduflair, education driven by passion.